सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। ഇന്നലെ രാമായണത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അല്പം ഒന്ന് നമ്മൾ വിചാരം ചെയ്തു. സംസാരതാപത്തെ ഇല്ലാതാക്കി മനസ്സിനെ പരിപൂർണ ശുദ്ധമാക്കി വയ്ക്കാൻ ഒരു മരുന്നാണ് രാമായണം. ഭഗവാൻ തന്നെയാണ് മരുന്ന്, ഭഗവാൻ തന്നെയാണ് വൈദ്യൻ. രാമായണം എല്ലാവരുടെ വീട്ടിലും ഇരിക്കുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് ഇരുന്നതുകൊണ്ട് കാര്യമില്ല. ആ മരുന്നിനെ കഴിക്കുക. എങ്ങനെ കഴിക്കണം? വിചാരം കൊണ്ട് കഴിക്കണം. എങ്ങനെയാണോ ഒരു ഉറക്കം നമ്മുടെ ഈ ജാഗ്രത നിലയെ വിഴുങ്ങണതോ അതുപോലെ ഈ രാമായണം നമ്മൾ കഴിക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവും രാമായണം എന്നെ വിഴുങ്ങിയിരിക്കുന്നു. കാരണം അതീവ സുഖമാണ് ഈ രാമായണം. പാരായണം ചെയ്താലും ശ്രവണം ചെയ്താലും എത്ര എത്ര കേട്ടാലും ഒന്നും മതി വരില്ല. അങ്ങനെയുള്ള രാമായണത്തിൻ്റെ പ്രഥമ സർഗം ഒരു ഔട്ട്ലൈൻ നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് ഉപദേശിക്കുന്നതാണ് നമ്മളിപ്പോൾ അനുഭവിച്ച് വരണത്. അതിൽ ഭരതൻ വെരി ഈസിലി തനിക്ക് നിയുക്തമായ ആ രാജ്യത്തെ ത്യജിച്ചുകൊണ്ട്
എനിക്കെൻ്റെ ഭ്രാതൃസ്നേഹമാണ് വലുത്. എൻ്റെ അമ്മ ഒരു തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ പാദം തേടി പോവുകയാണ്. ഞാനും വനവാസത്തിൽ പോവുകയാണ്. എങ്ങനെയാണോ ലക്ഷ്മണൻ രാമനോടൊത്ത് അനുഗമിച്ചോ അതുപോലെ എവിടെയാണോ അവരെത്തിയത് അവരുടെ പിന്നാലെ ഞാൻ കൂടാൻ പോവാണ്. എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് ധനസമ്പത്തുക്കൾ ഒന്നുമേ വേണ്ട. കാരണം അതൊന്നും എൻ്റെ ജ്യേഷ്ഠനോടൊത്ത് വരില്ല, എൻ്റെ ഭ്രാതൃസ്നേഹത്തിനോടത്ര വരില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭരതൻ ഗത്വാതു സമഹാത്മാനം രാമം സത്യപരാക്രമം അയാജത് ഭ്രാതരം രാമം ആര്യഭാവ പുരസ്കൃതഃ. അയാചത് ഭ്രാതരം യാചിച്ചു, ഭിക്ഷ എടുക്കുന്നത് പോലെ യാചിച്ചു, പിന്നാലെ നടന്നു രാമന്റെ. രാമനില്ലാത്ത രാജ്യത്തിൽ ഞാൻ ഇരിക്കില്ല, ആ ജനങ്ങളൊക്കെ രാമനെയാണ് പ്രതീക്ഷിക്കണത് എന്ന് രാമനോട് അപേക്ഷിച്ചു. ത്വമേവ രാജാ ധർമ്മജ്ഞഃ, അങ്ങാണ് രാജാവ്, ഞാനൊന്നുമല്ല. അങ്ങനെ പോലെ ഒരു ധർമ്മം അറിയുന്ന ഒരു രാജാവിനെയാണ് അയോധ്യ തേടണത്. കാരണം എവിടെയെങ്കിലൊക്കെ നല്ല ഭരണം, നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു ഭരണാധികാരി മാറുമ്പോൾ കൂടെ ഇരിക്കണവർക്കും പ്രജകൾക്കും ഒക്കെ ഒരു വിഷമം വരും. ഇവിടെ ദശരഥൻ ഈസ് ഡിക്ലയറിങ് ഐ എം ഗോയിങ് ടു റിട്ടയർ, എനിക്ക് റിട്ടയർമെന്റ് ടൈമായി, ഞാൻ മാറണു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തത്രേ. വലിയ സന്തോഷം. എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഞാൻ റിട്ടയർഡ് ആവണമെന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ക്ലാപ്പ് ചെയ്താൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തത് മോശമാണ് എന്നാണ്. ഇപ്പം നമ്മളെ ഈ ഭാഗത്തും നമ്മുടെ കേരളത്തിലും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ അങ്ങനെയാണ് അല്ലേ. ഒന്ന് എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നാണ് ജനങ്ങൾ പ്രാർത്ഥിക്കണത്. അതുപോലെ ഇത് അതുപോലെയാണോ? അപ്പോൾ ദശരഥൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തത്? രാജ്യഭരണത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? എന്താ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയും, അങ്ങ് ഒരേ ഒരു തെറ്റേ ചെയ്തോളൂ, ഇങ്ങനൊരു പുത്രൻ അങ്ങക്ക് ജനിച്ചു, രാമൻ എന്നൊരു പുത്രൻ ജനിച്ചു. ഇതുപോലെ ഒരു മര്യാദാ പുരുഷോത്തമൻ, ഇതുപോലെ ഒരു സത്യസന്ധൻ ധർമ്മജ്ഞൻ വേറെ എങ്ങുമില്ല. അതുകൊണ്ടാണ് ആ ഒറ്റ തെറ്റാണ് അങ്ങ് ചെയ്തിട്ടുള്ളതെന്നല്ലാതെ വേറെ ഒരു തെറ്റുമില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങാണ് ധർമ്മജ്ഞൻ. ത്വമേവ രാജാ ധർമ്മജ്ഞ ഇതി രാമം വജോബ്രവീത് രാമോപി പരമോധാരഃ സുമുഖഃ സുമഹായശാഃ. അല്ലയോ ജ്യേഷ്ഠ, അതുകൊണ്ട് അങ്ങ് തന്നെ വന്ന് ആ അയോധ്യ ഭരിക്കണം. യാചിക്കുകയാണ്. ഉദാരമനശീലനായിട്ടുള്ള സുമുഖനായിട്ടുള്ളതും മഹായശസ്സായിട്ടുമുള്ള അലയോ രാമ, അങ്ങ് തന്നെ വന്ന് ആ രാജ്യം ഭരിക്കണം. അയോധ്യ ജനങ്ങൾക്ക് ഒരു നാഥനായിട്ടിരിക്കണം, പത്തിയായിട്ടിരിക്കണം. ന ചൈച്ഛത് പിതുരാദേശാത് രാജ്യം രാമോ മഹാബലഃ പാദുകേ ചാസ്യ രാജ്യായ ന്യാസം ദത്വാ പുനഃ പുനഃ. ന ച ഐച്ഛത് പിതുരാദേശാത് രാജ്യം രാമോ മഹാബലഃ. അല്ലയോ ഭരത, പിതാവിൻ്റെ ആദേശപ്രകാരമാണ് ഞാൻ, ആജ്ഞപ്രകാരമാണ് ഞാൻ പട്ടാഭിഷേകത്തിന് തയ്യാറായതുകൂടെ. അതേ പിതാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ വനവാസത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ആ പിതാവിൻ്റെ വാക്കിനെ എനിക്ക് പരിപാലിക്കണം. നിന്റെ യാചനയെ ഞാൻ ബഹുമാനിക്കാത്തതല്ല, നിന്റെ സ്നേഹത്തെ ഞാൻ കാണാത്തതല്ല. പക്ഷേ ധർമ്മത്തിന് മുന്നിൽ നിർത്തുമ്പോൾ അല്ലേ കൃഷ്ണൻ കൂടെ പറയണത്, സ്വധർമ്മമഭിചാവേക്ഷ്യ നവികമ്പിതുമർഹസി. സ്വധർമ്മത്തിന് മുന്നിൽ നിർത്തിയാണ് നീ അർജുന മുന്നോട്ട് യുദ്ധം നയിക്കണമെങ്കിൽ കൂടെയും നിനക്ക് ദുഃഖിക്കാൻ അർഹതയില്ല. കാരണം ധർമ്മം സ്വജനങ്ങളെ, രാജ്യത്തെ പരിപാലിക്കണമെന്നാണ് ക്ഷത്രിയ ധർമ്മം. ഇവിടെ
പിതാവിൻ്റെ വാക്കിനെ പരിപാലിക്കണം എന്നുള്ള ക്ഷത്രിയ ധർമ്മം ഉണ്ടല്ലോ. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ തന്നെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നർത്ഥം. അവന് തല പോയാലും ധർമ്മം വിട്ടുകൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ആ ക്ഷത്രിയ ധർമ്മം, അതുപോലെ തന്നെ പിതൃധർമ്മം അല്ലേ, പിതാവ് എന്തു പറഞ്ഞോ അതിനെ അനുശാസനം, അനുസരിക്കണം. അതിനെ അനുസരിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം. രാജ്യം രാമോ മഹാബലഃ. അതുകൊണ്ട് ഞാൻ ഈ രാജ്യമൊന്നും ഇച്ഛിച്ചേ ഇല്ല. മഹാബലനായിട്ടുള്ള രാമൻ പറയാണ്, ഈ രാജ്യമൊന്നും ഞാൻ ഇച്ഛിച്ചിട്ടേ ഇല്ല. എന്തു പറയണോ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പാതുകേ ചാസ്യ രാജ്യായ ന്യാസം ദത്വാ പുനഃ പുനഃ. പാതുകേ ച അസ്യ രാജ്യായ. ഭരതൻ പറഞ്ഞു, എനിക്ക് ഭരിക്കാൻ പറ്റില്ല, അങ്ങില്ലാതെ പറ്റില്ല. രാമൻ ഹാവ് ടു ഫൈൻഡ് സം സൊല്യൂഷൻ. അതുകൊണ്ട് രാമൻ പറഞ്ഞു, ഹേ ലക്ഷ്മണ, ഗോ ആൻഡ് ടേക്ക് ഹർ. നോക്കിയപ്പോ സീത നിൽക്കണു. ലക്ഷ്മണൻ അങ്ങോട്ട് നേരെ പോവാണ്. സീത അമ്പരന്ന് പോയി, അയ്യോ ഇപ്പൊ എന്നെ കൊണ്ടുപോവോ? ഇതെന്താ സ്ക്രിപ്റ്റിലേ ഇല്ല, വാൽമീകിയുടെ സ്ക്രിപ്റ്റിലേ ഇല്ല. എന്നെ ആരണ്യകാണ്ഡത്തിലാണല്ലോ കിഡ്നാപ്പ് ചെയ്യണത്, ഇപ്പതോ അയോധ്യകാണ്ഡത്തിൽ കിഡ്നാപ്പ് ചെയ്യാൻ വരണു എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണൻ പതുക്കെ നടന്നങ്ങട് മുന്നോട്ട് പോയി. അവിടെ പോയി പാതുക എടുത്തിട്ട് വന്നു. പാതുക എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. ഗോ ആൻഡ് ടേക്ക് ഹർ എന്ന് പറഞ്ഞതിന്റെ കാര്യം അത് സ്ത്രീലിംഗ പദമാണ്. ആ പാതുകത്തെ എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സാന്നിധ്യം ഈ പാതുകത്തിലുണ്ട്, അതുകൊണ്ട് ഈ പാതുകത്തെ നീ വെച്ചോളുക. അപ്പൊ ഭരതൻ പറഞ്ഞു, ഈ പാതുകത്തിനെ ഞാൻ സിംഹാസനത്തിൽ വെച്ചിട്ട് ഈ രാജ്യം അങ്ങ് തന്നെയാണ് ആ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കണതെന്നുള്ള സങ്കല്പത്തില് ആ രാജ്യഭരണം അവിടെ നടത്തും. വേറെ വഴിയേയില്ല. ഹിയർ കംസ് ദി സൊല്യൂഷൻ. രാമന് തിരിച്ചു വരാൻ പറ്റില്ല, ഭരതന്റെ സ്നേഹത്തിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടിനും കൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. പാതുക എന്താ, പാതുകത്തിന്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താ, പാതുക അത് സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഗുരുപാതുകാഭ്യാം, ഒരു പാതുകം. അത് ആ പാതുക സങ്കല്പം എന്ന് പറയുന്നത് ഗുരുവിന്റെ സാന്നിധ്യമാണ്. പാദം സാന്നിധ്യമാണ്. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാതസ്യ അമൃതം ദിവി. അത് വിശ്വം മുഴുവൻ ആ പാതുകത്തിൽ അടങ്ങിയിരിക്കണമെന്ന് അർത്ഥം എന്ന് പുരുഷ സൂക്തമേ പറയണു. ത്രിപാതസ്യ അമൃതം ദിവി, അത് അമൃതമാണ്. അങ്ങനെ ഈ പാതുകത്തെ അങ്ങോട്ട് സമർപ്പിച്ച് ന്യാസം ദത്വാ പുനഃ പുനഃ, അങ്ങനെ പാതുകത്തെ അങ്ങോട്ട് സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വർത്തയാമാസ തതോ ഭരതം ഭരതാഗ്രജഃ സകാമമനവാപ്യൈവ രാമപാദാവുപസ്പൃശൻ. നിവർത്തയാമാസ തതോ ഭരതം ഭരതാഗ്രജഃ. ആ ഭരതൻ നിർബന്ധിക്കപ്പെട്ടു. എവിടെ നിന്ന് പോവാൻ? രാമന്റെ അടുത്തുനിന്ന് രാജ്യത്തിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഭരതൻ എന്ത് ചെയ്തു? തൻ്റെ ഇച്ഛ നടക്കാത്തവണ്ണം രാമപാദത്തിൽ നമസ്കാരം ചെയ്ത് അങ്ങോട്ട് യാത്രയാവുകയാണ്. ഇതൊക്കെ നമുക്ക് ഈ രാമായണം തരണ ഒരു ഡെമോൺസ്ട്രേഷൻ എന്താന്ന് വെച്ചാൽ, ഒരു സഹോദരൻ സഹോദരി സഹോദരനൊക്കെ എങ്ങനെ ഇരിക്കണം, ഒരു ബ്രദർഹുഡ് എങ്ങനെ ഇരിക്കണം. രാമപാദാവുപസ്പൃശൻ, രാമപാദത്തെ നമസ്കാരം ചെയ്യണം എന്ന് വെച്ചാൽ ജ്യേഷ്ഠനെ നമസ്കാരം ചെയ്യണം. ഇതൊരു സംസ്കാരമാണ്. വാൽമീകി ഈസ് ട്രൈയിങ് ടു സേ അവർ ഭാരത സംസ്കാര ത്രൂ ദിസ് രാമായണ. സോ വി ഹാവ് ടു റീഡ് ട്വൈസ് ഓർ ത്രൈസ് ഡെയിലി എ ശ്ലോകം ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള ശ്ലോകങ്ങൾ ഡെയിലി 3-4 തവണ വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, യു ഹാവ് ടു ഡു ഇറ്റ് ഓർ പെർഫോം ഇറ്റ്. അതിനെ ആചരിക്കണം. ആ ഭ്രാതാവിനെ നമസ്കാരം ചെയ്യണത് ഒരു സംസ്കാരം, അമ്മയും അച്ഛനെയും ഒക്കെ നമസ്കാരം ചെയ്യണത് ഒരു സംസ്കാരം. ഈ സംസ്കാരം
ഭാരതത്തിലേ ഉള്ളൂ. ഇപ്പോ പാശ്ചാത്യ സംസ്കാരത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അമ്മ ഫ്രണ്ട്, അച്ഛൻ ഫ്രണ്ട്, ഫ്രണ്ട് ഫ്രണ്ട്, അല്ലേ, വൈഫ് ഫ്രണ്ട്. നമ്മുടെ സംസ്കാരം നോക്കൂ, എല്ലാത്തിനെയും ഒരു ഡിവൈനിറ്റി കൊടുക്കുകയാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ധർമ്മപത്നി, ഭർത്താവ് എന്ന് പറഞ്ഞാൽ പതി, പതി ഈസ് ഈക്വൽ ടു പിതാ, പിതാവിനെ പോലെയാണ്, കൊടുക്കുകയാണ് അങ്ങോട്ട്. ദാനമാണ്, കന്യകാദാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഈ ദാനം എന്താന്ന് വെച്ചാൽ പിതാവ്, ഇനി അവരുടെ പിതാവ് ആരാ? ഭർത്താവ് തന്നെ. പക്ഷേ ആ സംസ്കാരത്തെ ഒക്കെ തൊലച്ചുകൊണ്ടാണ് ഇന്നത്തെ പാശ്ചാത്യ സംസ്കാരം മുഴുവൻ വന്നിരിക്കുന്നത്. അതൊരു ഡെക്കറേഷൻ എല്ലാവർക്കും, അല്ലേ? അപ്പോൾ രാമായണത്തിലൂടെ പോയാൽ കുറച്ചെങ്കിലും നമുക്ക് ഈ ധർമ്മത്തിൽ നിൽക്കാൻ പറ്റും. എന്താ ധർമ്മം എന്ന് അറിയാൻ പറ്റും. നന്ദിഗ്രാമേ കരോദ്രാജ്യം രാമാഗമനകാംക്ഷയാ തേ തു ഭരതേ ശ്രീമാൻ സത്യസന്ധോ ജിതേന്ദ്രിയഃ. നന്ദിഗ്രാമേ കരോദ്രാജ്യം. അയോധ്യയില് ഭരതൻ കാലുകുത്തിയില്ല. ഭരതൻ ഈ പാദുകങ്ങളെ കൊണ്ട് അയോധ്യയില് ആ സിംഹാസനത്തിൽ വെച്ചിട്ട് അവിടെ രാമസാന്നിധ്യമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭരതൻ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള നന്ദിഗ്രാമം എന്നുള്ള പ്ലേസിൽ ഇരുന്നിട്ട് ഹി റൂൾഡ് ദി കൺട്രി. ആ രാജ്യത്തെ ഭരതൻ ഭരിച്ചു, സങ്കല്പത്തോടുകൂടി ഭരിച്ചു, രാമസങ്കല്പത്തോടുകൂടി ഭരിച്ചു. ആ ഭരണകാര്യങ്ങളെല്ലാം നിർവഹിച്ചു ധർമ്മത്തിലൂടെയും സത്യസന്ധതയിലൂടെയും. തേ തു ഭരതേ ശ്രീമാൻ സത്യസന്ധോ ജിതേന്ദ്രിയഃ. ജിതേന്ദ്രിയഃ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവെന്നർത്ഥം. എങ്ങനെയാ ഇന്ദ്രിയങ്ങളെ ജയിക്കണത്? ഇന്ദ്രിയ സുഖത്തെ ഇല്ലാതാക്കി കാര്യനിർവഹണം ചെയ്യുന്നു എന്ന് വെച്ചാൽ രാജസുഖങ്ങളൊക്കെ കളഞ്ഞിട്ട് വനത്തിലിരുന്നിട്ട് വേറൊരു സ്പേസിൽ ഏകാന്തമായിട്ട് ഇരുന്നിട്ട് രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കും. ആ സുഖലോലുപതയൊന്നും വില വയ്ക്കാതെ, ദാറ്റ് ഈസ് ജിതേന്ദ്രിയ. ഇന്ദ്രിയത്തിനെ ജയിച്ചത് കൊണ്ടാണ് ആ ഫലം ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകണതാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. ഇവിടെ ആ ഇന്ദ്രിയ സുഖങ്ങളെയൊക്കെ അപ്പാടെ ത്യജിക്കലാണ്. ഇതാണ് ഉപരതി എന്ന് പറയുന്നത്. ആരാണോ ഇന്ദ്രിയ സുഖത്തെ ത്യജിക്കണവൻ, ത്യജിക്കണത് എന്ന് പറഞ്ഞാൽ വേദനയോടുകൂടിയൊന്നുമല്ല, ഏതൊരു ആദർശത്തെ മുന്നിൽ നിർത്തിയിട്ട് ത്യജിക്കണോ അവൻ ജിതേന്ദ്രിയനാണ്. അവന് ആത്മസാക്ഷാത്കാരമാണ് പ്രധാനം എന്ന് വിചാരിച്ച് ഇന്ദ്രിയത്തിനെയൊക്കെ നിഗ്രഹിക്കണവനും ഇന്ദ്രിയത്തിനെയൊക്കെ ജയിച്ചവന്റെ പേരാണ് ജിതേന്ദ്രിയൻ. അങ്ങനെ ഒരു വിശേഷണമാണ് വാൽമീകി ഇവിടെ ഭരതന് കൊടുത്തിരിക്കുന്നത്. ജിതേന്ദ്രിയ, ഇന്ദ്രിയത്തിനെ ഇല്ലാതാക്കിയവൻ. കാരണം രാമൻ അനുഭവിക്കാത്ത സുഖം തനിക്ക് വേണ്ട. എങ്ങനെയൊക്കെ നോക്കിയാലും തൻ്റെ പേര് കൊണ്ടാണ് രാമൻ പോയിരിക്കണത്, ഇല്ലേ? അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഒക്കെ തൻ്റെ പേര് കൊണ്ടാണേ. അതുകൊണ്ട് അതൊരു ശിക്ഷാരൂപത്തില് കാട്ടിൽ പോയി വസിച്ചു. അത്രയും ഒരു സ്ഥലത്ത് മാറി നിന്നിട്ട്, തൻ്റെ മുഖം പോലും പെടാത്ത സ്ഥലത്ത് മാറി നിന്നിട്ട് ഭരണം നിർവഹിച്ചു. രാമസ്തു പുനരാലക്ഷ്യ നാഗരസ്യ ജനസ്യ ച തത്രാഗമനമേകാഗ്രേ ദണ്ഡകാൻ പ്രവിവേശഃ. ആ രാമന് 14 കൊല്ലം വനവാസം നടത്താം എന്നുള്ള ലക്ഷ്യം മുന്നിലുണ്ട്. ആ ലക്ഷ്യത്തിനെ മുൻനിർത്തി, ആ ലക്ഷ്യത്തിന് തടസ്സമായിട്ട് ഇനി പല ആൾക്കാരും അയോധ്യയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാം. ഇപ്പൊ ഭരതൻ വന്നതുപോലൊക്കെ വരാനും പോകാനും ഒക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക്. ഇനി അവരുടെ ഒരു സമ്പർക്കം നമ്മുടെ ഈ ഒരു പ്രതിജ്ഞയ്ക്ക് ലംഘനം വരും എന്ന് പറഞ്ഞിട്ട് രാമൻ എന്ത് ചെയ്തു? തത്രാഗമനമേകാഗ്രേ, ഏകാഗ്രമായിട്ട്, ആരുടെയും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഏകാഗ്രമായിട്ട് ദണ്ഡകാൻ പ്രവിവേശഃ, ദണ്ഡകാരണ്യത്തിലേക്ക് പോണു. ആ ദണ്ഡകവനത്തിലേക്ക് പോയി രാമൻ ഏകാഗ്രമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഡിസ്റ്റർബൻസ് ആണ്. ഇതൊരു തരത്തില് വാനപ്രസ്ഥാണ് എന്ന് വെച്ചാൽ
ഒരു ഏകാഗ്രത ആസ്വദിക്കണോ. രാമായണത്തിൽ മുഴുവൻ സീതയും രാമനും ഒക്കെയും ഏകാഗ്രമായിട്ട് ആ വനത്തിനെയൊക്കെ അറിഞ്ഞുകൊണ്ട്, ആ വനത്തിനെയൊക്കെ കണ്ടുകൊണ്ട്, ആ സൗന്ദര്യത്തെയൊക്കെ കണ്ടുകൊണ്ട് വാസ്തവത്തിൽ എന്തുമാത്രം ആനന്ദമായിട്ടിരുന്നു എന്നറിയോ. അങ്ങനെ ഈ ആരണ്യത്തിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കണു. പ്രവിശ്യതു മഹാരണ്യം രാമോ രാജീവലോചനഃ വിരാധം രാക്ഷസം ഹത്വാ ശരഭംഗം ദദർശഃ. പ്രവിശ്യതു മഹാരണ്യം, ആ മഹാരണ്യത്തിലേക്ക്, ആരണ്യം എന്ന് പറഞ്ഞാൽ വനം എന്നർത്ഥം, മഹാരണ്യത്തിലേക്ക്. എന്താ ആരണ്യം എന്ന് പറഞ്ഞ, രണം എന്ന വാക്കിന് യുദ്ധം എന്നർത്ഥം. ആരണ്യം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തടത്ത് എന്ന് പറഞ്ഞാൽ അവിടെ there is no collision. യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ സംസാര ജീവിതം, ഏകാന്തത്തിന് വിരുദ്ധം എന്തോ അതെല്ലാം ഒരു യുദ്ധമാണ് അല്ലേ. എത്ര യുദ്ധത്തിൻ്റെ ഇടയിലും ഏകാന്തം നമുക്ക് പരിശീലനമായാൽ, ഏകാന്തത നമ്മൾ കണ്ടെത്തിയാൽ അതിനെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ ഉത്തരം ഇതാണ്: ഒരു കാലത്തും ഒന്നിനെ കണ്ടും ഡൈവേർട്ട് ആവാതെ മനസ്സ് നിശ്ചലമായിട്ട് സമസ്ഥിതിയിൽ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, ആരാണോ മനസ്സിനെ പ്രതിഷ്ഠയായിട്ട് ആത്മസ്വരൂപത്തിൽ വച്ചിരിക്കണോ അവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോൾ ആ ലക്ഷണം, ആ യുദ്ധമില്ലാത്ത അവസ്ഥ, അതിനു വേണ്ടിയിട്ട് മഹാരണ്യം, ഇതൊരു അർത്ഥം പറഞ്ഞതേ ഉള്ളൂ. ആരണ്യത്തിന്റെ അർത്ഥം, ആരണ്യം എന്ന് പറഞ്ഞാൽ കാടെന്ന് അർത്ഥം, വനം എന്നർത്ഥം. രാമോ രാജീവലോചന, രാജീവം എന്ന് പറഞ്ഞാൽ താമര എതൾ, ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്, താമര കണ്ണുള്ളവൻ എന്നർത്ഥം, താമര പോലത്തെ കണ്ണുള്ളവൻ എന്നർത്ഥം അല്ലേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ, പങ്കജനേത്ര എന്നർത്ഥം. അതിനൊരു സിനോണിം, വേറൊരു പേര് അത്രയേ ഉള്ളൂ. രാമോ രാജീവലോചന വിരാധം രാക്ഷസം ഹത്വാ ശരഭംഗം ദദർശഃ. വിരാധം എന്ന് രാക്ഷസനെ വധിച്ചു ആ ദണ്ഡകാരണ്യത്തില്, ആ ഫോറസ്റ്റില്. ശരഭംഗം എന്ന് ഒരു മഹർഷിയെ കണ്ടു, ശരഭംഗ മഹർഷിയെ കണ്ടു. സുതീക്ഷ്ണം ചാപി അഗസ്ത്യം ച അഗസ്ത്യഭ്രാതരം തഥാ അഗസ്ത്യവചനാച്ചൈവ ജഗ്രാഹേന്ദ്രം ശരാസനം. സുതീക്ഷ്ണൻ എന്നൊരു മഹർഷി, ആ മഹർഷിയെയും ചാപി അഗസ്ത്യം, അഗസ്ത്യ മഹർഷിയെയും അഗസ്ത്യഭ്രാതരം തഥാ അഗസ്ത്യന്റെ സഹോദരനെയും കണ്ട് നമസ്കാരം ചെയ്തു, വന്ദിച്ചു. അഗസ്ത്യവചനാച്ചൈവ ജഗ്രാഹ്യേന്ദ്രം ശരാസനം. ആ അഗസ്ത്യന് ഇന്ദ്രൻ സമ്മാനിച്ചതായിട്ടുള്ള ശരങ്ങളൊക്കെ രാമന് സമ്മാനിക്കാൻ പോവാണ്. ഖഡ്ഗം ച പരമപ്രീതഃ തൂണീ ചാക്ഷയസായകൗ വസതസ്തസ്യ രാമസ്യ വനേ വനചരൈ സഹ. രാമന്റെ അടുത്ത് പരമമായിട്ടുള്ളൊരു പ്രീതി തോന്നിയിട്ട് ആ രാമന് പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ കൊടുത്തു, അമ്പ് കൊടുത്തു, വില്ല് കൊടുത്തു, ഖഡ്ഗം കൊടുത്തു, ഒരു പ്രത്യേകതരം ആവനാഴി കൊടുത്തു. എത്രയൊക്കെ അമ്പെടുത്താലും തീരാത്തൊരാവനാഴി, അൺലിമിറ്റഡ് അല്ലേ. ഇന്നിപ്പോൾ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് പോലെ ഒരു അൺലിമിറ്റഡ് ആവനാഴി കൊടുത്തു. ആവനാഴിക്ക് അൺലിമിറ്റഡ് അമ്പ് വന്നുകൊണ്ടേയിരിക്കും. അത്രയും മാസം ഇത്ര രൂപ കൊടുത്താൽ മതി അല്ലേ. അതുപോലെ ഖഡ്ഗം ച പരമപ്രീത തൂണീ ചാക്ഷയസായകൗ വസതസ്തസ്യ രാമസ്യ വനേ വനചരൈഹി സഹ. അങ്ങനെ
വനചര്യന്മാരുമായിട്ട് വസിക്കുന്ന രാമനെ കണ്ടു. ഋഷയഃ അഭ്യാഗമൻ സർവേ വദായാസുരരക്ഷസാം സതേഷാം പ്രതിശുശ്രാവ രാക്ഷസാനാം തഥാ വനേ. ഋഷയഃ അഭ്യാഗമൻ സർവേ, ഒരുപാട് ഋഷികൾ വന്ന് ആ രാമനെ കണ്ടു. രാമനെ കണ്ടിട്ട് രാമന്റെ അടുത്ത് അഭ്യർത്ഥിച്ചു. എന്താ അഭ്യർത്ഥിച്ചത്? വദായാസുരരക്ഷസാം, ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ ഒന്ന് കൊല്ലണം. ഓ, റിപ്പോർട്ട് കൊടുത്തു, ഇന്ന രാക്ഷസന്മാരുണ്ട്, ഇന്ന രാക്ഷസന്മാരെയൊക്കെ നീ വധിക്കണം. സതേഷാം പ്രതിശുശ്രാവ രാക്ഷസാനാം തഥേവനേ, അവരിൽ നിന്നൊക്കെ കേട്ടിട്ട് ആ രാക്ഷസന്മാരെ വധിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യാണ് രാമൻ. പ്രതിജ്ഞാതശ്ച രാമേണ വദഃ സംയതി രാക്ഷസാം ഋഷീണാം അഗ്നികൽപാനാം ദണ്ഡകാരണ്യവാസിനാം. ഇനി തുല്യരായിട്ടുള്ള ആ ഋഷികളുടെ മുന്നിൽ വെച്ചും ദണ്ഡകാരണ്യത്തിലുള്ള ജനങ്ങളുടെ മുന്നിൽ വെച്ചും അഗ്നി പ്രതിജ്ഞ ചെയ്തു. എന്ന് വെച്ചാൽ അഗ്നിയുടെ മുമ്പിൽ ആ പ്രതിജ്ഞയൊക്കെ, ഏതൊരു പ്രതിജ്ഞയും അഗ്നിയുടെ മുമ്പിലാണ് ചെയ്യേണ്ടത്. ഇവിടെ അഗ്നി സാക്ഷിയായിട്ടുള്ള, അഗ്നിയെ സ്വരൂപമായിട്ടുള്ള ഋഷികളുടെ മുമ്പിൽ വെച്ച്, അഗ്നി തുല്യരായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഋഷികൾ പരമേശ്വര തുല്യമാണ്. ഋഷികളൊക്കെ പരമേശ്വര തുല്യമാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അഗ്നി എന്നർത്ഥം. അഗ്നി തുല്യമായിട്ടുള്ള ആ ഋഷികളുടെ മുമ്പിൽ വെച്ച് രാമൻ ഇവരൊക്കെ ഈ രാക്ഷസന്മാരൊക്കെ വധിച്ചുകൊള്ളാം എന്ന് ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ ചെയ്തു. തേന തത്രൈവ വസതാ ജനസ്ഥാന നിവാസിനി വിരൂപിത ശൂർപ്പണഖ രാക്ഷസീ കാമരൂപിണി. അങ്ങനെ അവിടെ ആ ജനസ്ഥാനത്ത്, ആ സ്ഥലത്ത് തന്നെ വസിച്ചിരുന്ന ശൂർപ്പണഖ, അവിടെ തന്നെ വസിച്ചിരിക്കുന്ന ഒരു രാക്ഷസി, അവരുടെ പേര് ശൂർപ്പണഖ. എന്താ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശൂർപ്പ എന്ന് പറഞ്ഞാൽ വെരി ഷാർപ്പ് എന്നർത്ഥം, നഖ എന്ന് പറഞ്ഞാൽ നഖം എന്നർത്ഥം. വെരി ഷാർപ്പ് നഖത്തോടു കൂടിയവൾ എന്നർത്ഥം. നല്ല ഷാർപ്പ് നഖത്തോടു കൂടിയവളെയാണ് ശൂർപ്പണഖ എന്ന് പറയുന്നത്. അവൾ എങ്ങനെ ഇരിക്കണു? കാമരൂപിണിയും, ആര് കണ്ടാലും ഭ്രമിച്ചു പോണ ഒരു രൂപം, വളരെയധികം സൗന്ദര്യവത്തായിട്ടുള്ളൊരു രൂപം, കാമരൂപിണിയായിട്ടുള്ള ശൂർപ്പണഖ. അവൾ ആരാ? രാക്ഷസി. വിരൂപിത, വിരൂപിത എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കാമരൂപത്തിന് വിരൂപമാക്കി കളഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? മൂക്കിനെ വെട്ടിക്കളഞ്ഞു അത്ര. മൂക്കിലൻ മുൻകാട്ടു മുഹുറമതാകാമൽ തൂക്കി അണൈന്ത് അരുൾ അരുണാചല. ആ മൂക്കിനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു, വിരൂപമാക്കി, വികലാംഗയാക്കി മാറ്റി. തതശൂർപ്പണകാവാക്യാത് ഉദ്യുക്താൻ സർവരാക്ഷസാൻ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം. ഖരം ത്രിശിരസ്, ദൂഷണം എന്ന രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. നിജഗാനരണേ രാമസ്തേഷാം ചൈവ പദാനുഗാൻ വനേ തസ്മിൻ നിവസത ജനസ്ഥാന നിവാസിനാം രാക്ഷസം നിഹതാന്യാസൻ സഹസ്രാണി ചതുർദശ തതോ ജ്ഞാതിവദം ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിതഃ. 14,000 കുറയാതെ ഉള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. ഈ കാര്യം രാവണൻ അറിഞ്ഞു. രാവണൻ എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ, ശൂർപ്പണഖ ഉണ്ടല്ലോ, രാവണന്റെ സഹോദരിയാണ്. ഇത് രാവണന്റെ ഫീൽഡിൽ വരണ കുറെ അസുരന്മാരാണ് അത്ര. ഈ അസുരന്മാരുടെ രാജാവായിരുന്നു രാവണൻ. രാവണന്റെ പ്രമുഖതയിലുള്ള അസുരന്മാര്, ഈ അസുരന്മാരൊക്കെ വധിച്ചു എന്നറിഞ്ഞപ്പോ രാവണനുണ്ടല്ലോ വളരെയധികം കോപിഷ്ഠനായി. നോക്കൂ, നമ്മൾ എന്തെങ്കിലും ചെയ്യണ കർമ്മത്തിന്റെ ഫലമാണ് പലതുമൊക്കെ വരണത് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് തടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ, എതിർച്ചയാ എന്ന് പറഞ്ഞാൽ വന്നിരിക്കണു, ഋഷികളാൽ പറഞ്ഞിരിക്കണു, രാമനെ നിർവഹിക്കാതെ വയ്യ. അത് നിർവഹിച്ചത് കൊണ്ട് എന്താ ഫലം എന്ന് വെച്ചാൽ,
രാവണൻ പല വേഷത്തിൽ വന്ന് സീതയൊക്കെ അപഹരിച്ചുകൊണ്ട് പോകാൻ പോവാണ്. അപ്പോൾ ഒരു കർമ്മം മറ്റൊരു കർമ്മത്തിൽ കൊണ്ടുവിടും. ഇതിനൊരു ഉദാഹരണം തന്നെ രാമൻ കാണിച്ചു തരികയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സഞ്ചിതമായ കർമ്മമാണ്, രാമന്റെ ധർമ്മമാണ് രാമൻ പരിപാലിക്കുന്നത്. അതുകൊണ്ട് ധർമ്മത്തിൽ വിജയം ഉണ്ടായെങ്കിലും ധാരാളം ബുദ്ധിമുട്ടുണ്ടായി, വിഷമുണ്ടായി. എത്രയൊക്കെ വിഷമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനൊന്നും വിലവയ്ക്കാതെ ധർമ്മത്തിനെ മുന്നിൽ നിർത്തി പോരാടിയ ഒരു മഹാപുരുഷനാണ് രാമൻ. അതുകൊണ്ട് ആ രാമകഥ നമുക്ക് നിത്യനിരന്തരം ഇനിയുള്ള ബാക്കി ഭാഗം നാളെ ശ്രദ്ധിക്കാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.